What is the celebration of your life? Have you ever thought about it? ഹെൽത്തി ഫുഡ് തിരഞ്ഞെടുക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ രുചിയുടെ പിറകെയാണ്. യു ആർ നോട്ട് ഹിയർ ടു ടേസ്റ്റ്, യു ആർ ഹിയർ ടു ഈറ്റ്. നമ്മൾ വരുന്ന തലമുറകളുടെതെല്ലാം തിന്ന് തീർത്തുകൊണ്ടിരിക്കുക. അത് വളരെ വലിയൊരു ക്രൈമാണ്. പണ്ടത്തെ ഭക്ഷണ രീതിയും ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ജനറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ, നല്ല രക്തം ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? 10 വർഷത്തിനകത്ത് തലമുറകളില്ലാതാവും, പലർക്കും കുട്ടികളില്ലാണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ രീതി മാറിയിട്ടുണ്ടോ? ഇൻഫെർട്ടിലിറ്റിക്ക് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണോ? 25 കൊല്ലം മുമ്പ് എവിടെങ്കിലും ഇങ്ങനൊരു പരസ്യം താങ്കൾ കണ്ടിരുന്നു? ആ മെക്കാനിസത്തിനെ ചീറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അജ്നോമോട്ടോ. താങ്കൾ ഇത് തിന്നുന്നതും പോരാ, 8 വയസ്സോ 6 വയസ്സോ ഉള്ള കുഞ്ഞിനെ തീറ്റിക്കുക. അത് ക്രൈമല്ലേ? കോഴിയെ പോരിന് കൊണ്ടുപോകുമ്പോഴും അവർക്ക് ഫുഡ് പ്ലാൻ ഉണ്ട്. ഒരു ഡോഗ് റേസിന് പോകുമ്പോൾ പട്ടിക്ക് ഫുഡ് പ്ലാൻ ഉണ്ട്. അത് നമുക്കില്ലേ? റെസ്പെക്ട് വാട്ട് യു ഈറ്റ്. നിങ്ങളെ പകുതി കൂടുതൽ അസുഖങ്ങൾ മാറിക്കും. നിങ്ങൾ ഈ ഫോറിനേഴ്സിനെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് തിന്നുന്നുണ്ട്. എൻ്റെ ഈ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പൊട്ടറ്റോയാ. നമ്മളിവിടെ പൊട്ടറ്റോ എന്ന് മേടിച്ചിട്ട് കിട്ടണ പൊറോട്ട കൈ എന്ന് ചോദിച്ചാൽ ആ ചെറിയ കടയിൽ താങ്കൾ കയറില്ല. വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ, എക്സാക്ട്ലി നോട്ട് വാട്ട് യു വെയർ. കുട്ടികളല്ല പ്രശ്നം. ഇപ്പൊ കഥ മനസ്സിലായില്ലേ? ഷെഫ് നളൻ, അങ്ങനെ തന്നെ വിളിക്കാമല്ലോ. നമസ്കാരം. പിന്നെ വളരെ സന്തോഷം കണ്ടില്ല കേട്ടോ. ഒരു സിമ്പിൾ മീൽ ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? എൻ്റെ ജീവിതം തന്നെയല്ലേ. ചമ്മന്തിയും ചോറും തേങ്ങാപ്പാലും വെളിച്ചെണ്ണയല്ലേ എൻ്റെ ജീവിതം മാറ്റി മറിക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തും എടുത്തു നോക്കിയാൽ ഒരു ഹഗ് സിമ്പിളല്ലേ, നമ്മൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് സിമ്പിളല്ലേ, ഒരു ചിരി സിമ്പിളല്ലേ. ബേസിക്കലി നമ്മൾ സിമ്പിളെന്ന് പറയുന്നതാണ് ആക്ച്വലി ഒരു ഫ്ലാബോയൻസ് ആയിട്ട് കാണേണ്ടത്. ബേസിക്കലി വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ, എക്സാക്ട്ലി നോട്ട് വാട്ട് യു വെയർ. അതെ അല്ലേ? നമ്മളൊരു പാട്രിയോട്ടിക് ആണ്, നമ്മളൊരു നാഷണലിസ്റ്റ് ആണ്, നമ്മളൊരു ട്രഡീഷണലിസ്റ്റ് ആണ്, നമ്മളൊരു ദേശസ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി യു ബിലോങ് ടു യുവർ റൂട്ട്സ് ആൻഡ് നോട്ട് യുവർ ബ്രാഞ്ചസ്. എക്സാക്ട്ലി. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൾച്ചറായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ഈ ഭക്ഷണം? അല്ലേ, നമ്മളുടെ ഈ മണ്ണിൽ വിളയുന്നത്, നമ്മൾ എന്തുമായിക്കോട്ടെ, നമ്മൾ ഈ മണ്ണിൽ നിന്നും മണ്ണിലേക്ക് എന്ന് പറയുന്ന കണക്ക് നമ്മൾ ഈ മണ്ണിൽ വിളയുന്നത് എന്തും, ജീവനുള്ളത് എന്തും, നമ്മൾക്ക് ആരോഗ്യ സമ്പന്നത തരുന്നത് എന്തും ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മൾ രുചിയുടെ പിറകെയാണ്. യു ആർ നോട്ട് ഹിയർ ടു ടേസ്റ്റ്, യു ആർ ഹിയർ ടു ഈറ്റ്. എന്തും താങ്കൾക്ക് ടേസ്റ്റ് ചെയ്യാം, പക്ഷെ എന്തും താങ്കൾ കഴിക്കരുത്. സോ ഐ ടേസ്റ്റ് എവറിത്തിങ്, ബട്ട് ഐ ഈറ്റ് ഫുഡ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ രീതി മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണോ? കാലം എന്ന് പറയുന്നത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വേരുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യ സംസ്കാരം ചെയ്യേണ്ടത്. നമ്മളുടെ തലമുറകൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? താങ്കളൊരു 25 വർഷം 30 വർഷം പിറകിലേക്ക് പോയാൽ അവർ വരുന്ന തലമുറകൾക്ക് വേണ്ടി എല്ലാം സമ്പാദിച്ചു വെച്ചു. നമ്മൾ വരുന്ന തലമുറകളുടെതെല്ലാം തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വലിയൊരു ക്രൈമാണ്. താങ്കളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, താങ്കളുടെ തലമുറകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി താങ്കൾ എന്താണ് സമ്പാദിച്ചു വെക്കുന്നത്? ജനറ്റിക്സ് ഉണ്ടാവണമെങ്കിൽ, നല്ല രക്തം ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല ഭക്ഷണം അല്ലേ? അപ്പം അടിസ്ഥാനപരമായി താങ്കൾ എൻ്റെ അടുത്ത് നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, അടുത്ത 10 വർഷം 20 വർഷത്തിൽ എന്താണ് അതിശയം എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻ്റായ പെൺകുട്ടിയെ കാണുക എന്നുള്ളതൊരു വലിയ അതിശയമായി കാണും. കാരണം ഇപ്പം തന്നെ താങ്കൾ നോക്കിയാൽ കുഞ്ഞ് വേണ്ടേ? അതെ, ഇൻഫെർട്ടിലിറ്റിക്ക് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണോ? 25 കൊല്ലം മുമ്പ് എവിടെങ്കിലും ഇങ്ങനൊരു പരസ്യം താങ്കൾ കണ്ടിരുന്നോ? ഇല്ല. ഇൻഫെർട്ടിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതല്ല, താങ്കളുടെ 10 നെയ്ബർഹുഡ് എടുത്താൽ അതിൽ വളരെ അപൂർവമായിരിക്കും കുട്ടിയില്ലാത്തൊരു ഫാമിലിയെ നമ്മൾ കാണുക. ഇന്ന് വലിയ പരസ്യം അത് കൊടുക്കണമെങ്കിൽ ജനങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി എന്തുമാത്രം കൂടി എന്നുള്ളതാണ്. അതിൻ്റെ ബേസ് ഫുഡ്. അന്നം പരബ്രഹ്മം അല്ലേ? അന്നം മഹാഷജ്യം. നമ്മൾ ഉപനിഷത്തുകളായാലും, നമ്മൾ ഭഗവത്ഗീതയായാലും, നമ്മൾ ഗ്രന്ഥങ്ങളായാലും
അടിസ്ഥാനപരമായി നമുക്ക് ഫാസ്റ്റിങ്, ഫുഡ് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, പുലർച്ചെ എന്ത് കഴിക്കണം, സൂര്യാസ്തമയത്തിന് ശേഷം എന്ത് കഴിക്കണം എന്ന് പുരാണങ്ങളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അതാണ് രാജസിക്, താമസിക്, സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പബ്ലിക്കായിട്ട് പറയാണ് അജിനോമോട്ടോ ഒരു കേടുമില്ലാന്ന്. ശരി, പബ്ലിക്കായിട്ട് ഡോക്ടർ പറയാണ്. ഞാൻ ചോദിക്കുകയാണ്, യു ക്യാൻ ഓൾസോ റെഫർ, അജിനോമോട്ടോ കേടുണ്ടെന്നോ കേടില്ല എന്നുള്ളതല്ല, താങ്കൾക്ക് കഴിക്കാനുള്ള ത്വര കൂട്ടുക എന്ന് പറയുക. കാരണം ബ്രെയിനിന് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്, ഇത്രയും മതി എന്നുള്ള ആ മെക്കാനിസത്തിനെ ചീറ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അജിനോമോട്ടോ. യു ക്യാൻ ഡു യുവർ റിസർച്ച്. ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഡിവൈൻ ആണ്. എനിക്ക് ബ്രദറിനെ എന്തും തീറ്റിക്കാം. എനിക്ക് ഈ പറയുന്ന എല്ലാം കുക്ക് ചെയ്യാനും, അല്ലെങ്കിൽ അതൊക്കെ ഹയർ ചെയ്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച്, എനിക്കൊരു വലിയ ബ്രാൻഡായിട്ട് കാണിച്ച് കുറേ ആൾക്കാരെ കൊണ്ട് ഇൻവെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ച് വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇടിയിക്കാം. ദെൻ വാട്ട്? സോ ബേസിക്കലി നമുക്കൊരു ട്രഡീഷനുണ്ട്, നമുക്കൊരു കൾച്ചറുണ്ട്. ഇത് നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ സംസ്കാരം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഫുഡ് നമ്മൾ ഷോക്കേസ് ചെയ്യണം. പണ്ടത്തെ ഭക്ഷണ രീതിയും ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഇന്നത്തെ ആൾക്കാർക്ക് എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. താങ്കൾ നോക്കുക, ഒരു 2 കാർ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തം ബൈക്ക് കൊടുത്തുകൊണ്ട് പോകും. ഇവൻ ഈ തിരക്ക് കൂട്ടുന്ന എന്തിനാണ്? ഒരു പക്ഷെ അവനവിടെ നിർത്തിയിട്ട് പോയാൽ അവിടെ ഒരു വലിയ അപകടം ഒഴിവാക്കിയെന്ന് വരാം. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ബ്രദർ എന്തിനാ ജീവിക്കുക? വാട്ട് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് യുവർ ലൈഫ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? നോട്ട് സീരിയസ്ലി. വാട്ട് ഈസ് യുവർ സെലിബ്രേഷൻ? പണിയെടുക്കുക. സി, വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷൻ ഓൾ അബൌട്ട്? പൈസ സമ്പാദിക്കൂ. മൈ ക്വസ്റ്റ്യൻ ഇസ്, എങ്ങനെ ഇത് ചിലവാക്കണ്ടേ? എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? നിങ്ങളെ ബോഡി എന്ന് പറയുന്നത്, നിങ്ങളൊരു അംബാസഡറിൻ്റെ പുതിയ മോഡൽ കാണുമ്പോൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫെറാറി കാണുമ്പം, ഇല്ലെങ്കിൽ ഇപ്പം പുതിയ ആൾ മസറാട്ടി എടുത്താൽ വാവ് എന്ന് പറയുന്നില്ലേ? യെസ് ഓർ നോ? Have you ever thought that you are the biggest wow in this universe? Have you ever thought? Kannadi നോക്കി Anish, I am the biggest wow because one of a creation. Have you ever done a proper service to your own system? നമ്മളെ ഏറ്റവും അവഗണിക്കുന്ന നമ്മളെ തന്നെ അല്ലേ? ആണ്. അത് തെറ്റല്ലേ ബ്രദർ? ഇതല്ലേ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലല്ലോ. ഞാനിവിടെ വന്നിരുന്നൊരു വലിയ വയറും ഒക്കെ ചാടി ഒരു 150 കിലോ ഒക്കെ ആയിട്ട് വന്നിരുന്ന ബ്രദറിൻ്റെ അടുത്തിരുന്ന് ഉപദേശിക്കുകയല്ല. ഐ സെലിബ്രേറ്റ് എവ്രിതിങ് അബൌട്ട് മീ. സോ ഐ ഓൾവേസ് റെസ്പെക്ട് ദാറ്റ്. ഞാൻ താങ്കളെ കാണുമ്പോൾ ഞാൻ താങ്കളുടെ പ്രൊഫൈൽ വായിച്ചു, വാവ് ദിസ് ഗൈ ഇസ് ഗുഡ്, ഞങ്ങൾ കൊള്ളാം. ഈ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. ഈ വാവ് ഫാക്ടർ ആണ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. എക്സാം ടൈമിന് താങ്കളും പഠിച്ചു വന്നതാണ്. എക്സാം ടൈമിന് താങ്കൾക്ക് കഴിക്കാൻ ഒരു ഫുഡ് പ്ലാൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. നേരെ മറിച്ച് നമ്മൾ ബോഡി ബിൽഡിങ്ങിന് പോകുമ്പോഴും, കുതിരയെ സഫാരിക്ക് കൊണ്ടുപോകുമ്പോഴും, കോഴിയെ പോരിന് കൊണ്ടുപോകുമ്പോഴും അവർക്ക് ഫുഡ് പ്ലാൻ ഉണ്ട്. ഒരു ഡോഗ് റേസിന് പോകുമ്പോൾ പട്ടിക്ക് ഫുഡ് പ്ലാൻ ഉണ്ട്. അത് നമുക്കില്ലേ? സത്യമാണ്. സോ അവിടാണ് പ്രോബ്ലം. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ നന്നാക്കാനാണോ എന്ന് താങ്കൾ വിലയിരുത്തുക. എൻ്റെ കൂടപ്പിറപ്പെന്ന രീതിയിൽ, എൻ്റെ ഒരു കൂടെ സഹോദരൻ എന്ന രീതിയിൽ താങ്കൾ വിലയിരുത്തുക. എന്നിട്ട് മനസ്സിലാക്കേണ്ട, ഇവൻ നമ്മളെ പഠിപ്പിക്കുന്നത് അടിമപ്പണിക്കും ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഒന്ന് മാറി ചിന്തിച്ച് ഇതിന് കുറച്ച് വാല്യൂ ഒക്കെ ആഡ് ചെയ്ത് എൻ്റെ കൂടെയുള്ള ഫെല്ലോ ബീയിങ്സ്, എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചാൽ, എൻ്റെ ഭാരതീയ സംസ്കാരത്തിൽ എൻ്റെ കേരളത്തിലുള്ള പഴങ്ങഞ്ഞി FSSA ലൈസൻസ് അനുസരിച്ച് വിൽക്കാൻ പാടില്ല. ഓ ശരി. താങ്കൾ FSSA ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അടുത്ത് ചോദിക്കുക. ശരി, ഫുഡ് വിൽക്കാൻ പാടില്ല. എൻ്റെ നാട്ടിലെ ഫെർമെന്റഡ് ഫുഡ് വിൽക്കാൻ പാടില്ല. FSSA ലൈസൻസ് റിജക്ട്. ഇവിടെ വിൽക്കുന്നവരെല്ലാവരും അടിസ്ഥാനപരമായി ആ പാവപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടറോ ആ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറുടെയോ ഒരു ദൈവൻ്റെ പേരില്ല. അവരൊന്ന് മുറുക്കി പിടിച്ചാൽ അത് നാളെ പൂട്ടണം. എന്ത് മോശം. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമ്മളെ നേതാക്കന്മാർ വേണം ചിന്തിക്കാൻ. തീർച്ചയായിട്ടും നമുക്ക് വഴി ഒരുക്കി തരണം. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നോ ഇല്ലയോ എന്ന് അവർ വിലയിരുത്തണം. പണ്ട് ഇപ്പം രാവിലെ പുട്ട് ബാക്കി വന്നാൽ എൻ്റെ അമ്മൂമ്മ അതിനകത്ത് കുറേ ശർക്കര ഇട്ട് ഇതാക്കിയിട്ട് എന്തെങ്കിലും വായത്തൊന്നൊരു പേരിട്ട് തരും, കഴിച്ചോളാൻ പറയും. നമ്മൾ കഴിക്കും, നമ്മൾ ആ ഡിഷ് ആ പേരിൽ കഴിക്കും. അതെ. പക്ഷെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കിട്ടണമെങ്കിൽ
ഒരു ലക്ഷൂറിയസ് സെറ്റപ്പിൽ ചെല്ലണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത്? കാലം മാറും. കാരണം ഒരിക്കൽ ലോറി ഡ്രൈവർമാർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് കേണൽ സാൻഡേഴ്സിൻ്റെ. ലോറി ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നു എന്നറിഞ്ഞിട്ട് ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ചിറകുകൾ തരും എന്നും പറഞ്ഞ് പരസ്യം ചെയ്യുന്നത്. ഇതൊക്കെ ലോറി ഡ്രൈവർമാർക്കും ഉള്ള ഇന്നത് ലക്ഷറിയാണ്. ഗതികേട് ഞാൻ പറഞ്ഞ താങ്കളുടെ ഒരു സിമ്പിൾ സംശയം ചോദിക്കും. ഇപ്പോൾ സ്റ്റേക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫുഡ്, എന്താ പറയുക, ഗ്രിൽഡ് മീറ്റ്, സ്റ്റീംഡ് വെജിറ്റബിൾസ്, മാഷ്ഡ് പൊട്ടാറ്റോസ്. മലയാളത്തിൽ പറഞ്ഞു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ബീൻസും അല്ലേ? ഇതാരും കഴിക്കുമോ? അങ്ങനെ പറഞ്ഞാലും കഴിക്കത്തില്ല. നേരെ ഈ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ നിവർത്തികേടിൽ പാചകം ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. നമ്മളെ ഫുഡ് അങ്ങനെയല്ല. അതിനൊരു രസതന്ത്രമുണ്ട്. അത് നമുക്ക് രാവിലെ കഴിക്കുന്നതിന് ഫുഡുണ്ട്, രാത്രി കഴിക്കുന്നതിന് ഫുഡുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ഫുഡുണ്ട്. നമ്മളെ ഫുഡാണ് ലക്ഷറി. നമ്മൾ സദ്യ തന്നെ വാഴയിലയിൽ വിളമ്പുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഡൈൻ ലൈക്ക് എ കിങ്. അതെ. അപ്പം നമ്മൾ വാഴയിലയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തും പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നാണെങ്കിൽ പോലും നമ്മളെ മലയാള സംസ്കാരം അഡോപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, തമിഴന്മാരെ നിന്ന് പോലും എടുത്തിരിക്കുന്നത് ദ മോസ്റ്റ് ക്രീമിയസ്റ്റ് ഫോം ഓഫ് ഫുഡാണ്. ഇന്ന് വന്നിരിക്കുന്ന തലമുറകൾ ബാക്കിയുള്ള ദേശത്തു നിന്ന് ഇത് കൊണ്ടുവന്നത് നല്ല കാര്യം. പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് യഥാർത്ഥ പിസയാണോ? നിങ്ങൾ കഴിക്കുന്നത് യഥാർത്ഥ ബർഗറാണോ? നിങ്ങൾ കഴിക്കുന്ന യഥാർത്ഥ മന്തിയും ഒക്കെയാണോ? ഇത് നിങ്ങൾ വിലയിരുത്തുക. അങ്ങനെ ആണെങ്കിൽ അത് കുഴപ്പമില്ല. ചീപ്പ് കോപ്പി ആകുമ്പോഴാണ്. അതെ അതെ. കാരണം ഈ അടിസ്ഥാനപരമായി ഇത് ആരാണ് നിങ്ങൾക്ക് പാചകം ചെയ്തു തരുന്നത്? ഒരു ഷെഫാണോ? അടിസ്ഥാനപരമായി ഒരു മലയാളിയാണോ? അല്ല, പല ഹോട്ടലിലും ഇപ്പം അല്ല. നമുക്കിപ്പോഴും ചെറിയ ഹോട്ടലുകളോടുള്ള സ്നേഹം മുണ്ടുകൊടുത്ത് നിൽക്കുന്ന ആ പറയുന്ന വേലായുധൻ ചേട്ടൻ, ഇല്ലെങ്കിൽ ശീല ചേച്ചി, ആ ചേച്ചി വന്നിട്ട് മോനെ കഴിക്കുന്നു എന്ന് ചോദിക്കുന്ന ആ ഭാഷ, താങ്കൾ വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കി. നേരെ മറിച്ച് അവിടെ വായി കിട്ടണ പൊറോട്ട ചായ എന്ന് ചോദിച്ചാൽ ആ ചെറിയ കടയിൽ താങ്കൾ കയറില്ല. മലയാളം എന്ന് പറയുന്നത് നമ്മളെ രക്തമല്ലേ? ഈ മണ്ണെന്ന് പറയുന്നത് നമ്മളെ ജീവിതമല്ലേ? അപ്പം നമ്മൾ എന്തിനാ മണ്ണ് മറന്ന് ജീവിക്കുന്നത്? പക്ഷെ അത് പ്രായോഗികമാണോ? ആവും. ഇല്ലെങ്കിൽ തലമുറ തിരിച്ചറിയും. കാരണം ഇന്ന് താങ്കളുടെ കുട്ടിക്കാലം എടുക്കുക. താങ്കളുടെ പരിസരങ്ങളിൽ ഒരു 10 കിലോമീറ്ററിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ടായിരുന്നു? താങ്കളൊരു പനിക്ക് എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടോ? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു അപകടം നടന്നാലൊക്കെ നമുക്ക് പോകാൻ മാത്രമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് പലർക്കും ഒരു കേൾവി മാത്രമായിരുന്നു, കണ്ടിട്ടില്ല. ഇന്ന് 1/3 രോഗിയാണ്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് ക്വാളിറ്റിയുടെ സമയമായി. ശരിയാണ്. നമുക്കൊരു സുഹൃത്ത് മതി, അതൊരു ക്വാളിറ്റി ആയിരിക്കും. നമുക്ക് ഒരു വണ്ടി മതി, ഒരു ക്വാളിറ്റി ആയിരിക്കും. നമ്മൾ ഒരു നേരമായിരിക്കും കഴിക്കും, അത് ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഈ ക്വാളിറ്റി അവെയർനെസ് വരണം. നമ്മളൊരു 10 രൂപ ഭക്ഷണത്തിന് ചിലവാക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് കഴിക്കുക. ഒരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ താങ്കൾ ഭക്ഷണം കഴിക്കണം. താങ്കൾ കഴിക്കുന്ന നിവേദ്യമാണ് ഇത്. ഒരു നേരത്തെ വയർ, ഒരു നേരത്തെ ആഹാരം, ഇതൊക്കെയായിരുന്നു ഒരു കാലത്തെ ഡയലോഗ് അല്ലേ? ജീവൻ നിലനിൽക്കാനെങ്കിലും. അപ്പം ജീവൻ നിലനിർത്തുന്ന ഏറ്റവും മൂല്യമായ കാര്യം താങ്കളെ മേശപ്പുറത്തിരിക്കുക. വില വെക്കണോ വേണ്ടയോ? വെക്കണം. എവിടെ വില വയ്ക്കുന്നത്? തിന്നുന്നതിന് മുമ്പ് വിഴുങ്ങും. ചവയ്ക്കുന്നതിന് മുമ്പ് വിഴുങ്ങും. ശ്രദ്ധിച്ചാൽ മതി. ഒരു ചിക്കൻ കറി തീർന്നു. ഇതെവിടെ ആസ്വദിക്കുന്നത്? പണ്ട് നമ്മളെ കാരണവന്മാരെയൊക്കെ നോക്കിയാൽ ഉരുട്ടി നക്കി കുഴച്ച് അതൊക്കെ തൊട്ട് നക്കി ഒരു ശാസ്ത്രീയപരമായ ഒരു ഭംഗിയുടെ. ഇന്ന് ചക്കക്കൂട്ടാൻ കണ്ട കഞ്ഞിപ്പിള്ളാരുടെ അവസ്ഥയാണ്. വാരി അതും സമയമില്ല. അപ്പം ഒരു പ്ലേറ്റിൽ ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ കഴിക്കുന്ന സമയത്ത് പലർക്കും വായിക്കൂടെ വെള്ളം വരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കും. കാരണം എൻ്റെ ജീവൻ നിലനിൽക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമാണ്. ഓക്കെ. സോ റെസ്പെക്ട് വാട്ട് യു ഈറ്റ്. നിങ്ങളെ പകുതി കൂടുതൽ അസുഖങ്ങൾ മാറിക്കിട്ടും. നമ്മൾ ഈ മോഡേൺ ഫുഡ് എന്ന് പറയുമല്ലോ, അത് ശരിക്ക് ഒരു ഫുഡിൻ്റെ അഡ്വാൻസ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കോംപ്രമൈസ് ആണോ? ബേസിക്കലി ഈ ഫ്യൂഷനും കൺഫ്യൂഷനും രണ്ടും കണ്ടല്ലേ? ആണ് അല്ലേ? നമുക്ക് ഫുഡിനെ ഫ്യൂഷൻ ചെയ്യാം. പക്ഷെ ഇവിടെ നടക്കുന്നത് അനീഷ ഫ്യൂഷനാണോ കൺഫ്യൂഷനാണോ? വിലയിരുത്തുക. ഇറ്റ്സ് ബേസിക്കലി കൺഫ്യൂഷൻ. ഞാൻ എന്താണ് താങ്കൾ കഴിക്കേണ്ടതെന്ന് ഞാനാണോ പഠിപ്പിക്കുന്നത്? എനിക്ക് താങ്കളോട് പറയാം, ബ്രദർ താങ്കളുടെ ഹെയറിൻ്റെ ഡെൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കുക, എള്ള് കഴിക്കുക,
താങ്കളുടെ ഫേസ് കുറച്ചൊന്ന് പ്രസൻറ്റബിൾ ആവും എള്ള് കഴിച്ചാൽ. പറ്റുമെന്നുണ്ടെങ്കിൽ താങ്കൾ ഇലക്ട്രോലൈറ്റ്സ് ഒന്ന് കൂട്ടണം. താങ്കളൊരു 10 ദിവസത്തേക്ക് വീട്ടിൽ തെങ്ങുണ്ടെങ്കിൽ ഒരു കരിക്കും വെള്ളം ഇട്ടിട്ട് ലേശം ഉപ്പിട്ട് കുടിക്കുക. വേണമെങ്കിൽ ഒരു നാരങ്ങ പിഴിയുക. ഇലക്ട്രോലൈറ്റ്സ് കൂടും. രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയി. ശരിയാ. ആര് പഠിപ്പിക്കുന്നു ബ്രദർ? കുട്ടികളെ എല്ലാം ഉള്ള പാക്കറ്റ് ഫുഡും പാക്കറ്റ് ജ്യൂസും അവരെ സ്നേഹിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അനീഷ് ബ്രോ ഈ കുട്ടികൾക്ക് ഈ മധുരവും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. ഈ വെളിരാജ്യങ്ങളിൽ വാങ്ങിക്കുന്ന ചോക്ലേറ്റ് പോക്കറ്റ് ഇരുന്ന് അലിഞ്ഞു പോകും. അതെ അതെ അതെ, നമ്മുടെ കട്ടിയായിട്ട് അങ്ങനെ. അതെന്താ അത് ബുദ്ധിയില്ലേ? മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. അവനെ കുത്തിയിരുന്ന് ചൊറിയാനും കുത്താനുമുള്ള ബുദ്ധിയില്ലേ? അല്പം വിവേക ബുദ്ധി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ് വീട്ടിൽ ചെന്നാൽ ഏത് ടെമ്പറേച്ചർ ഇരുന്നാലും പ്രശ്നമില്ല. മറ്റേത് അയാൾ ഡ്യൂട്ടി ഫ്രീ ബാഗിൽ നിന്ന് എടുത്ത് എൻ്റെ പോക്കറ്റ് വെച്ചാൽ അലിഞ്ഞു പോകും. ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്? അപ്പോൾ ഇവിടുത്തെ നാട്ടിലുണ്ടാകുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി വേണ്ടേ? താങ്കൾ ഇത് തിന്നുന്നതും പോരാ, 8 വയസ്സോ 6 വയസ്സോ ഉള്ള കുഞ്ഞിനെ തീറ്റിക്കുക. അത് ക്രൈമല്ലേ? പബ്ലിക് എന്ന് പറയുന്നതല്ലേ ഈ രാജ്യത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും ഈ നാടിൻ്റെ അസറ്റ്. എന്നാൽ കഴിയുന്നത് ഞാൻ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം. എനിക്കിപ്പോൾ നാട് നന്നാക്കാനും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാനിതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരെയും കൂടെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം. അവരെ വീഡിയോയും CCTV ക്യാമറ എടുത്ത്. അവർക്ക് ഫുഡിൻ്റെ കൂടെ ഗ്രേവി വേണം. അപ്പം ബീഫിന് നമുക്ക് ഗ്രേവി ഇല്ല, മീൻ ചാറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അവർക്ക് ഇൻസൾട്ടായി. ശരി. ഗൂഗിളിൽ നിന്നും ഏതോ പുഴുത്ത ബീഫിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് ബ്രദറിന് കയറി നോക്കാം. ആ ചെറുപ്പക്കാരൻ ചെയ്ത ദ്രോഹമാണ്. എന്നിട്ട് ഇത് അവിടുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയാണ്. എൻ്റെ സിമ്പിൾ ചോദ്യം, ആരിൽ നിന്നും ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? താങ്കൾ എന്നെ ദ്രോഹിച്ചാൽ താങ്കൾ മിടുക്കനാവോ? ഇല്ല, അത് കറങ്ങി തിരിഞ്ഞു വരും. ഇല്ലേ? ഇതൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത്? പിന്നെ ഇത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? നമ്മളൊരു 10-20 പേർക്ക് ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അനീഷ് ബ്രദറും ചിന്തിക്കണം, ഇവൻ്റെ കെയർ ഓഫ് ഒരു 20 പേർക്ക് ജോലി കിട്ടി, ഞാനും ഒരു 5 പേരെയും കൂടെ ജോലിക്ക് ഒപ്പിക്കുക. എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ പൂട്ടിക്കണം, എങ്ങനെ കാലി പിടിച്ച് നിലത്തിടണം. ഇനി നിലത്ത് വീഴുമ്പോൾ എന്തായിരിക്കും? പാവം, അവൻ എന്തൊരു കഷ്ടപ്പാട്. അവൻ ഇപ്പം പണ്ട് സ്റ്റാർ ഹോട്ടൽ നടത്തിയിരുന്നതാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. റമദ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തട്ടുകടയാണ്. പക്ഷെ ഉഗ്രം ദോശയാണ് കേട്ടോ. ഞങ്ങളുണ്ട് ചേട്ടാ കൂടെ. അവൻ ആ ദോശയും കൊണ്ട് വിറ്റ് അടുത്ത ദിവസം ഒരു ബൊലേനോ എടുത്തെന്ന് വെച്ചു. പിന്നെയും തിരിച്ചില്ലേ? ഞാനീ പറയുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മളെല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്താൽ ഇത് ദുബായെ കാട്ടി അടിപൊളി ഒരു സംസ്ഥാനമാവില്ല. നമ്മുടെ ആൾക്കാർ ഈ ഹെൽത്തി ഫുഡ് തിരഞ്ഞെടുക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നതേ വലിയ മിസ്റ്റേക്കാണ്. ഫുഡ് ഷുഡ് ബി ഓൾവേസ് ഹെൽത്തി. അതിനുവേണ്ടി പ്രത്യേകം ഹെൽത്തി വേണ്ട. ശരി, ഞാനൊരു പോക്കൃത്തരം കാണിക്കാം. പക്ഷെ ഒരു തന്തയ്ക്ക് പറഞ്ഞ പോക്കൃത്തരം കാണിക്കാം. പോക്കൃത്തരം എന്നും പോക്കൃത്തരമാണ് അല്ലേ? അതിനകത്തൊരു തന്തയ്ക്ക് പറഞ്ഞതും പിറക്കാത്തതായിട്ടില്ല. അതേപോലെയാണ് ഫുഡ് എന്നും ഡിവൈനാണ്. ഹെൽത്തി ഫുഡെന്നും അൺഹെൽത്തി ഫുഡൊന്നും ഇല്ല. ഹെൽത്തി ഫുഡ് അതർവൈസ് പോയ്സൺ. അതെ, വിഷരഹിത ആഹാരം കഴിച്ചാൽ വിഷരഹിത ചിന്താഗതികൾ ഉണ്ടാവാം. വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ അല്ലേ? അപ്പം വിഷരഹിത ആഹാരം കഴിച്ചാൽ വിഷരഹിത ചിന്താഗതികൾ ഉണ്ടാകുമോ? വാട്ട് യു തിങ്ക് ഈസ് വാട്ട് യു ബിക്കം എന്നാണ്. തോട്ട്സ് ബിക്കം വേർഡ്സ്, വേർഡ്സ് ബിക്കം ആക്ഷൻ, ആക്ഷൻ ബിക്കം ക്യാരക്ടർ, ക്യാരക്ടർ ബിക്കംസ് ഡെസ്റ്റിനി അല്ലേ? വിവരമുള്ള കേരളത്തിൻ്റെ ഒരു ഭക്ഷണ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൽ എന്തൊക്കെ വേണം? അടിസ്ഥാനപരമായി കാച്ചില്, ചേന, ചേമ്പ്, നല്ല കാന്താരി മുളകും ചെറിയ ഉള്ളിയും പച്ച വെളിച്ചെണ്ണയും കല്ലുപ്പും ചേർത്തുടച്ച് ആഴ്ച ഒരിക്കലെങ്കിലും കഴിക്കൂ. കുടൽ നന്ദി പറയും. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായി വിവാദമായി. സമാധാനമായി വിളക്കിറങ്ങാൻ പറ്റിയാൽ നീ ആരോഗ്യ സമ്പന്നനാണെന്ന്. നിങ്ങൾക്ക് ഏത് ഡോക്ടറോടും പോയി ചോദിക്കാം. ഇപ്പം 90 വയസ്സ് 95 വയസ്സായ ഒരു വ്യക്തിയുടെ ജീവിതശൈലിയെപ്പറ്റി എടുത്തപ്പോൾ അയാൾ പറഞ്ഞത് സമാധാനമായ മലവിസർജനമാണ് അയാളുടെ ആയുസിൻ്റെ രഹസ്യം. മലബന്ധനം ഉണ്ടാവാൻ, ഞാനിപ്പോൾ വളരെ ഡീസൻ്റായിട്ടാണ് സംസാരിക്കുന്നത്,
ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു കൊല്ലത്ത്. നമ്മൾ മലയാളിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അടുത്തിടെ നീ സമാധാനമായിട്ട് തൂറാൻ പറ്റുക, നീ ആരോഗ്യ സമ്പന്നനാന്ന് പറയാം, എന്നാലും എൻ്റെ തലേക്ക് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു മല വിസർജനം, മലബന്ധം. ശരിയാ, നമ്മുടെ ബൗല് കറക്റ്റ് ആണെങ്കിൽ അതെ, നമ്മൾ ആരോഗ്യ സമ്പന്നനാണ്. അപ്പോൾ ഈ മലയാളി കഴിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പിറ്റേ ദിവസം ചെന്നിരിക്കുമ്പോൾ, അതായത് 3 തരത്തിലാണ് ഇത് നടക്കുന്നത്. അതായത് വെളുപ്പാൻ കാലത്ത് അനീഷിൻ്റെ അടുത്ത് പറയും ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ, ബാ നമുക്ക് വെളിക്ക് പോകാൻ സമയമായി. അങ്ങനെ അനീഷിനെ വിളിച്ചുകൊണ്ടിരുത്തുന്ന ഒരു ശാരീരിക സിസ്റ്റമുണ്ട്. രണ്ടാമത്തത് അനീഷ് എണീറ്റിട്ട് പറയും, ബാ നമുക്ക് വെളിക്ക് പോകാൻ സമയമായി. അങ്ങനെ അനീഷ് കൊണ്ടിരുത്തുന്നുണ്ട്. ഇത് രണ്ടുമല്ലാണ്ട് അനീഷ് ചെന്നിരുന്നുകൊണ്ട് കത്തി താഴെ വാടാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവന്മാരുണ്ട്. അവൻ്റെ മൃഷ്ടം സഹിതം പുറത്തു വരും. ഇങ്ങനെ 3 വർഗത്തിലാണ് ആൾക്കാർ ഇപ്പോൾ ജീവിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വർഗത്തിൽ പെട്ടാൽ ചെന്നങ്ങോട്ട് ഇരുന്നാൽ അതിലും പരം ഒരു പരമാനന്ദം ഉണ്ടോ? ശരിയാണ് അല്ലേ? അതെ. 3 ദിവസം താങ്കൾക്ക് കഴിക്കാതിരിക്കാം, 3 ദിവസം താങ്കൾക്ക് തൂറാതിരിക്കാൻ പറ്റൂല. വിലയിരുത്തണം, വില വെക്കണം. പറയുമ്പോൾ മലയാള ഭാഷയാണ്. ഈ മലയാള ഭാഷയുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലും വീട്ടിലും പറയുന്ന എല്ലാം തെറി. കഞ്ഞി എന്ന് വിളിച്ചാൽ തെറി, തൂറാമെന്ന് പറഞ്ഞാൽ തെറി, അണ്ടി എന്ന് പറഞ്ഞാൽ തെറി. ഇതൊക്കെ എങ്ങനെ തെറിയാവുന്നത്? നിങ്ങളുടെ ചിന്താഗതികളിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. എൻ്റെ മലയാള ഭാഷയ്ക്കകത്ത് ഇതൊന്നും തെറിയല്ല. ഇതിന് അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. അത് പറയുന്ന ആ വ്യക്തിക്കൊരു സൗന്ദര്യമുണ്ട്, കേൾക്കുന്ന വ്യക്തിത്വത്തിന് അത് മനസ്സിലാക്കേണ്ട ഒരു സൗന്ദര്യമുണ്ട്. അല്ലാണ്ട് ഇതിനെ എല്ലാത്തിനെയും നമ്മളെ ബാബു ഇല്ലേ, നമ്മളെ ശശി, നമ്മളെ സോമൻ എല്ലാം തെറി. പട്ടിന്ന് വിളിച്ചാൽ അനീഷ് ഇപ്പോൾ ചീത്ത വിളിക്കും, യു ബ്ലഡി ഡോഗ്. പ്രശ്നമില്ല, ഇംഗ്ലീഷ് പറഞ്ഞ പ്രശ്നമില്ല. ബ്രദർ ചിന്തിച്ച് നോക്കി, നേരത്തെ പറഞ്ഞ സ്റ്റേക്ക്, ഡു യു ലൈക്ക് ടു ഹാവ് സം സ്റ്റീംഡ് വെജിറ്റബിൾസ്, സ്മാഷ് പൊട്ടേറ്റോസ്, പ്രശ്നമല്ല. ഡേ ഉരുളക്കിഴങ്ങ് പൊടിയാണ്, നിന്റെ അച്ഛനും കൊണ്ടുവരണം. സൈക്കോളജിയാണ് അല്ലേ? അത് മലയാള ഭാഷയോട് ഇത്ര പുച്ഛം എന്താണ്? ഞാൻ മലയാളിയോട് ചോദിക്കുക, നമ്മൾ ചോറിനകത്തോട്ട് ആ കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഞെവടി, അതിലിച്ചിരി കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ച്, അല്ലേ, ആ ചട്ടിക്കകത്ത് കല്ലുപ്പിട്ടിട്ട് ഇങ്ങനെ കൈവച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു പരമാനന്ദം, ബ്രദർ പറ, ഏത് ഷവർമ്മയ്ക്ക് തരാൻ പറ്റും? അതില്ല. അത് സത്യമാണ്, അതില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് ഈ സദ്യയുമായി കണക്ട് ചെയ്യുന്നത്? ഒരു കല്യാണത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ മാത്രമാണ് അവർക്കിപ്പോൾ സദ്യ ആണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു ഷർട്ടിൻ്റെ മാനുഫാക്ചറാണെന്ന് കരുതുക, ഒരു ഷർട്ടിൻ്റെ മാനുഫാക്ചറാണ്. ആ ഷർട്ട് താങ്കൾ ക്രിയേറ്റ് ചെയ്തത് ക്വാളിറ്റി ഇല്ല, സ്റ്റിച്ചൊക്കെ വിട്ടു. ഞാൻ ആ ഷർട്ടിനെ എടുത്ത് വെച്ചിട്ട് എടാ വൃത്തിയോടാനെ, എടാ കോപ്പേ എന്ന് വിളിക്കണോ, അത് ഉണ്ടാക്കിയവനെ വിളിക്കണോ? ഉണ്ടാക്കിയവനല്ലേ. അത്രയല്ലേ ഉള്ളൂ. കുട്ടികളല്ല പ്രശ്നം. ഇപ്പം കഥ മനസ്സിലായി. പാവപ്പെട്ട കുട്ടികൾക്ക് കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അവരെടുത്ത് നമ്മളുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമ്മളെ ഉത്സവത്തിൻ്റെയും നമ്മളെ പെരുന്നാളിൻ്റെയും ഒക്കെ രീതികളും ആ സാമൂഹിക ആയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും നമ്മളുടെ ഈ പറയുന്ന നമ്മളെ പൂർവികരൊക്കെ ഇത് നേടിയെടുത്ത ഒരു രീതിയും, ഇപ്പം കാർത്തിക ദിവസത്തിൻ്റെ അടുത്ത് നമ്മൾ പുഴുക്കും കാച്ചിലും ഒക്കെ വെച്ച് കഴിക്കുമ്പം ആ ഒരു ഗുഡ് ഫീല്, എന്തിനാ മധുരക്കിഴങ്ങിനകത്ത് ലേശം തൈര് ഉടച്ചതും ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഇവർക്ക് എവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? കുട്ടികൾക്ക് എവിടെയാണ് വളം വെക്കേണ്ടത്? കുടം കമഴ്ത്തി വെച്ചിട്ടാണോ? അല്ല. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ ശരിക്കും വളം വെക്കുന്നുണ്ടോ? 2000 CBSE സ്കൂൾസ് അടുപ്പിച്ചുണ്ട് അനീഷ് ജി, റിസർച്ച് ചെയ്യും. എത്ര സ്കൂളിൽ നമ്മളെ സംസ്കാരത്തിൽ ഭക്ഷണം കൊടുക്കുന്ന രീതിയുണ്ട്? എത്ര സ്കൂളിൽ ഒരു ഫുഡ് സിലബസ് ഉണ്ട്? എത്ര സ്കൂളിൽ പരീക്ഷയ്ക്കും സ്പോർട്സിനും ആർട്സിനും ഉള്ള കുട്ടികൾക്ക് ഒരു ഫുഡ് പ്ലാൻ ഉണ്ട്? അതില്ല. ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല. അതല്ലേ, ഒന്ന് ആലോചിച്ചു. മീഡിയയിലാണ് നമ്മൾ രണ്ടുപേരും. നമുക്കറിയില്ല. നമ്മളെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളിൽ കുട്ടികൾ എന്ത് അറിയുന്നു എന്നുള്ളതല്ല, നമ്മളെ കുട്ടികൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് മാറ്റർ. ഫുഡ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, പണ്ട് സ്ത്രീകളായിരുന്നു, നമ്മുടെ അമ്മമാരായിരുന്നു, അമ്മൂമ്മമാരായിരുന്നു. അവിടെ നിന്ന് ഒരു പാരഡിം ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ പറയും നളപാചകം, ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് ഏറ്റവും രുചി എന്ന് പറയുന്നത്.
ഈ ഒരു ട്രാൻസിഷൻ എപ്പോഴാണ് സംഭവിച്ചത്? അത് ഈ കഴിഞ്ഞൊരു 20 വർഷം 25 വർഷത്തിനകത്തല്ലേ. കാരണം അടിസ്ഥാനപരമായി നമുക്കിവിടെ ജെൻഡർ ഇക്വാലിറ്റി വന്നു. ജെൻഡർ ഇക്വാലിറ്റി, ഈക്വൽ. എൻ്റെ കാഴ്ചപ്പാട് ഡിഫറെൻ്റാണ്. മാതാ പിത ഗുരു ദൈവം. എന്നും ഭാരതീയ സംസ്കാരത്തിൽ അമ്മ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം എന്താ മാതാ അല്ലേ. അപ്പം മാതാ പിത ഗുരു ദൈവം. ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺലി ആർ പ്രൈഡ്, നമ്മുടെ മാത്രം പ്രൈഡാണ്. ഈ ജെൻഡർ ഇക്വാലിറ്റി ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം ഊളയായി. കാരണം എന്താ? ആണുങ്ങളുടെ കൂടെ വന്ന് ചേരേണ്ടി വന്നു. നമുക്ക് മേളിലായിരുന്നു, അവരായിരുന്നു നമ്മളെക്കാട്ടും മുകളിലായിരുന്നു. ശരിയാ അല്ലേ? അപ്പൊ ഞാൻ ചിന്തിക്കും സ്വയം താന്നു വന്നിട്ട് ഇന്ത്യക്ക് ഇക്വാലിറ്റി വേണം. അപ്പൊ ആക്ച്വലി നമ്മളല്ലേ ഉയർന്നേ, നമ്മൾ മുകളിലോട്ട് കയറി അല്ലേ? നമുക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് എന്നിട്ട് പൊട്ടത്തരല്ലേ പറഞ്ഞേ. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇനി വിലയിരുത്തി നോക്കണം. അടിസ്ഥാനപരമായി നല്ല ഒരു അടുക്കള ഹാൻഡിൽ ചെയ്യുന്ന ഒരമ്മയുള്ള വീട്, ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനെയോ റെസ്പെക്റ്റ് ചെയ്യുന്ന വീട് ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീട്. വിലയിരുത്തി നോക്കിയാൽ ശരിയാണ്. കാരണം ആ അമ്മയാണ് അച്യുതാണ്ടിൽ നിന്ന് കാണുന്നത്. അച്ഛൻ ഭയങ്കര മുടയൊക്കെ ആയിരിക്കും, ഞാൻ ഇഷ്ടം മുണ്ടൊക്കെ എടുത്തു. പക്ഷെ പിന്നെ ചെറുക്കനൊരാഗ്രഹമുണ്ട്. നീ പറഞ്ഞേരെ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ റിതമാണിത്. ഇതെല്ലാം പോകുന്ന ആ പ്ലേറ്റിൽ നിന്നാണ്. അല്ല, ഇപ്പൊ ഇത്രയും വലിയൊരു എംപവർമെന്റിനെയാണോ പലരും പറയുന്നത് സ്ത്രീകളെ കൂച്ചുവെല്ലാം കിട്ട അടുക്കളയിൽ നിർത്തിയേക്കാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ഫാർമസിയാണ്, താങ്കൾക്ക് ഒരു 10 ദിവസം അടുക്കള കഴിക്കാൻ പറ്റുമോ? പറ്റൂല. ഇത് വല്ലപ്പോഴൊക്കെ നളപാചകമെന്നും പറഞ്ഞാൽ ആ ലേഡി അവിടെ ഒരു ഉപ്പില്ലാത്ത ദിവസം ഉണ്ടാവില്ല, അവിടെ ഒരു പഞ്ചസാര ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. പട്ടിണിയാണെങ്കിലും അല്പം തേയിലയെങ്കിലും അവിടെ ഉണ്ടാവും. ഒരാൾ വന്നാൽ ഒരു വെള്ളം തിളച്ച് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ അവർ റെഡിയായിരിക്കും. ആതിഥ്യ മര്യാദ ഒരു ബാക്ക് എൻഡിൽ നിന്ന് കാണും. അത്രയും വിഷണറിയാണ്. അവർക്ക് മാത്രമേ ഒരു കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. ആ പഞ്ചഭൂതങ്ങളുമായി ആത്മബന്ധമുള്ള വേറൊരു ജന്മത്തിൻ്റെ പേര് പറയും മനുഷ്യൻ, അതും അമ്മ. ആ അമ്മയാണോ ആ സ്ത്രീയാണോ ജെൻഡർ ഇക്വാലിറ്റി എന്നും പറഞ്ഞ് തരം താഴ്ത്തേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. 10 വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരം എന്തായിരിക്കും? ബേസിക്കലി ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും തിരിച്ച് കഞ്ഞി, പയറ്, ബാക്ക് ടു റൂട്ട്സ്. കാരണം 10 വർഷത്തിനകത്ത് തലമുറകളില്ലാതാവും, പലർക്കും കുട്ടികളില്ലാണ്ടാവും. അപ്പം അപ്പം ആഹാരം തന്നെയാണ് ശരണം. വേറെന്ത് കഴിക്കാനാ? ആഹാരം കഴിച്ചാലല്ലേ ഇതൊക്കെ എണീക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരു സംഭവിക്കുമോ? 100%. ഇപ്പം തന്നെ ബ്രദറിൻ്റെ സൈക്കിളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 പേരെ എടുത്ത് നോക്കിയാൽ അതിൽ 50% കുട്ടികളുണ്ടാവാൻ കൈയും കാലോട്ട് അടിക്കുന്നവരാകും. ഇല്ലെങ്കിൽ ലേഡീസ് ഇപ്പം ബേസിക്കലി പീരിയഡ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളും സിസ്റ്റും ഒക്കെ ആയിട്ട് സഫർ ചെയ്യുന്നവരാകും. ഇനി പ്രസവിച്ചെന്ന് വെച്ചോ, 80% ലേഡീസിനും ബാക്ക് പെയിനാണ്. കാരണം പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നൊരു സാധനമില്ല. അതിനുശേഷം കഴിക്കേണ്ട ആഹാരത്തിനെ പറ്റി ഈ പൊട്ടന്മാരായ ഭർത്താക്കന്മാർക്ക് യാതൊരു വിവരവും ഇല്ല. ഈ ഒരു പ്രസവം കഴിഞ്ഞെണീക്കുക എന്ന് പറയുന്നത് പുനർജന്മമാണ്. 7 ദിവസം അവരനുഭവിക്കുന്ന വേദന. അതുകൊണ്ടാണ് വിവരമുള്ള തന്തയും തള്ളയും പറഞ്ഞത്, മോളെ നീ അമ്പലത്തിലും കയറണ്ട, അടുക്കളയിലും കയറണ്ട, സ്വസ്ഥമായി ഒരു സ്ഥലത്ത് പോയി ഇരുന്നോളാൻ. അത് വിവരദോഷികൾ എന്താക്കി? ഹൈ മാറി നിൽക്കുക, തീണ്ടല് അല്ലേ? താങ്കളൊരു അച്ഛനാണെങ്കിൽ എന്ത് പറയും? അവളെ അടുക്കളയിലും കേട്ടണ്ട, മോളെ നീ ഒരു സ്ഥലത്ത് പോയി. കാരണം ഈ പെണ്ണുങ്ങൾക്ക് ആ സമയത്ത് തൊടുന്ന ഒരു ഇഷ്ടമല്ല. അതാണ് മാറിയത്. അപ്പോൾ നമ്മളെ സംസ്കാരം ശീലിച്ചതും നമ്മളെ സംസ്കാരം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതും പല ഫോറിൻ ഇൻവേഷൻ കാരണം തെറ്റിദ്ധരിപ്പിച്ച് ആ സംസ്കാരത്തിന് വെറും ഒരു എന്താ പറയുക തരം താഴ്ത്തിക്കളാം. ഇത് മുഖവിലയ്ക്ക് എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയുന്നു എന്ന് മാത്രം. 10 വർഷത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ കേരളം ഒരു സെമിത്തേരി ജംഗ്ഷനായിരിക്കും. ബ്രദർ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കി. ശരിയാണ്. കാരണം ഇവിടെ 160 കിലോമീറ്റർ സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടെ സമയം എന്ന് പറയുന്നത് ബ്രദർ മറ്റൊരു രാജ്യത്ത് ഇപ്പോൾ ദുബായിൽ ബ്രദർ 1 മണിക്കൂർ കൊണ്ട് ദുബായിൽ നിന്ന് അബുദാബിയിൽ എത്തുമെങ്കിൽ അതേ 180 കിലോമീറ്റർ
ഇവിടെ താങ്കൾക്ക് 3 മണിക്കൂർ വേണം വേണം. താങ്കളുടെ കുട്ടികളുടെ അത്രയും അവേഴ്സ് വേസ്റ്റ് ആക്കാൻ താങ്കൾ തയ്യാറാകുമോ? ഇല്ല, അപ്പൊ അവരോട് പുറത്തു പോയി പഠിക്കാൻ പറയും. അല്ലേ? അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഫെസിലിറ്റേറ്റഡ് ആണ്. ട്യൂബ് ഉണ്ട്, മറ്റൊരു സ്വർഗരാജ്യം എന്ന് പറയാം. അവിടുന്ന് ഇവിടെ വന്ന് കിടന്ന് ഈ KSRTC-യിലും ഇവിടുത്തെ ടോയ്ലറ്റുകളിലും ഇവിടുത്തെ പബ്ലിക് സ്റ്റേഷനുകളിലും സ്റ്റേഷൻ ഇല്ലല്ലോ പറയാം, ഇവിടുത്തെ പബ്ലിക് സ്റ്റേഷൻ, ഇവിടുത്തെ കോർപ്പറേഷനുകളിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലും കടന്ന് ഓടണമെന്ന് താങ്കൾ ഇനി വരുന്ന 10 തലമുറയോട് പറയുമോ അനീഷ്? ഇല്ല, പറയില്ല. പിന്നെ ഇതെന്ത് ജംഗ്ഷനായിരിക്കും? അങ്ങനെ ആവണോ? ചിന്തിക്കേണ്ട കാര്യം. അതെ, നമ്മളൊരു മാറ്റത്തിന് കൂട്ടു നിൽക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുപോലെ ചിന്തിക്കാം. ഇതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇനി വരുന്ന തലമുറയോട് എന്ത് ഭക്ഷണ രീതി അവലംബിക്കാനാണ് ഷെഫ് താല്പര്യപ്പെടുന്നത്? നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല ഇവരെ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റണം. നിങ്ങൾക്ക് നല്ല ആണുങ്ങൾക്ക് ഇറക്ഷൻ കിട്ടണം. പെൺകുട്ടികൾക്ക് പ്രോപ്പറായിട്ട് പീരിയഡ്സ് പെയിൻ ഇല്ലാതെ അത് ക്രോസ് ചെയ്യണം. ഇതിന് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം. അതിന് എന്ത് കഴിക്കാൻ പറ്റുമോ? ചക്കക്കുരു കഴിക്കുക, ചക്ക വേവിച്ച് കഴിക്കുക, മധുരക്കിഴങ്ങ് കഴിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. പൊട്ടറ്റോ കഴിക്കുക, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന. അതെ ഞാൻ കേട്ടിട്ടുണ്ട്. ബാറ്ററി ലൈറ്റ് നല്ലൊരു വെജിറ്റബിൾ ആണ്. നിങ്ങൾ ഈ ഫോറിനേഴ്സിനെ എല്ലാം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് തിന്നുന്നുണ്ട്. എൻ്റെ ഈ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പൊട്ടറ്റോയാ. നമ്മളിവിടെ പൊട്ടറ്റോ എന്ന് മേടിച്ചിട്ട് പൊട്ടറ്റോ ഇസ് എ നൈസ് വെജിറ്റബിൾ. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയാലും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും രസവും കൂട്ടി ചോറ് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ കഴിച്ചാൽ ഇതൊക്കെ ഭയങ്കര ഇതെല്ലാം വലിച്ചു വാരി തിന്നരുത് എന്നുള്ളതാണ്. മിതമായി കഴിക്കുന്നത് എന്തും അമൃത്, അമിതമായാൽ അമൃതവും വിഷം. അല്ലേ അനീഷി? അപ്പം കേരളത്തിലുള്ള ഇന്നത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നല്ലൊരു തലമുറ വേണോ? നിങ്ങൾക്ക് നല്ല ജനറ്റിക്സ് ഉണ്ടാവണോ? നിങ്ങളിൽ തന്നെ ഈ ലോകം അവസാനിക്കണമെങ്കിൽ നിങ്ങൾ രുചിയുടെ പിറകെ ഓടുക. നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടാവണം. ഇപ്പം പല കുട്ടികളും ഓട്ടിസം ബാധിക്കുന്നു, ഇതിൽ പല കുട്ടികൾക്കും പല ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ട് ജനിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പരിധി വരെയും ആഹാരം ശരിക്ക് ചെല്ലാതെ ഉണ്ടാവുന്ന ഡിസ്ഫങ്ഷണൽ പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കൺസൾട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നിങ്ങളെ വെഡ്ഡിങ് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു പ്രഗ്നൻസിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുട്ടിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കൂടെ പ്ലാൻ ചെയ്യുക. അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാവും. ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റാണ് ഞാൻ ഫുഡിനെ കുറിച്ച് കേട്ടത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.